യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് സെൻറ് ജോസഫ് ഫ്രൈഡേ ആണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് പ്രത്യേക ശുശ്രൂഷ, അതിലപ്പുറമായിട്ടും രോഗശാന്തി പ്രാർത്ഥനയുണ്ട്, വിടുതൽ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ ശക്തമായ അഭിഷേകവും സൗഖ്യവും വിടുതലും എല്ലാം വാങ്ങിക്കും കേട്ടോ. അതിനു പറ്റിയതായ വചനം, ഇന്നത്തെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 107:20 അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി അവരുടെ നാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛനൊന്നോടെ പറയാം. സങ്കീർത്തനം 107:20 അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. വചനമയച്ച് സുഖപ്പെടുത്തി. രണ്ടാമതാ പറയുന്നത് നമ്മെ നാശത്തിൽ നിന്നും വിടുവിച്ചു. അപ്പോൾ സൗഖ്യവും വിടുതലും തരുന്ന ഒരു ദിവസമാണ് നാളെ. ഈ വായിച്ച സങ്കീർത്തന ഭാഗത്തിൻ്റെ യോഗ്യതയാൽ നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലും സൗഖ്യവും വാങ്ങിക്കും. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ ശക്തവും സജീവമായ വചനം ഉപയോഗിച്ച് തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കള് അവരായിരിക്കുന്ന ദുരിതം, ആ ദുരിതം ശാരീരികമാകാം, ആത്മീയമാകാം, മാനസികമാകാം, വൈകാരികമാകാം. പ്രിയമുള്ളവരെ ഓർക്കുക, എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും കർത്താവ് നമ്മെ രക്ഷിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷ അതിനു വേണ്ടിയാണ്. അവൻ വചനമയച്ച് അവൻ്റെ ശക്തി നമ്മളിലേക്ക് അയച്ച് എല്ലാ തരത്തിലും വിടുതലും സൗഖ്യവും കർത്താവ് തരും. വരണം കേട്ടോ കാവൽത്താക്ക്. ഒരുപക്ഷെ കിടപ്പ് രോഗികളോ വരാൻ പറ്റാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലും ടി വിയിലൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റും. കാവൽത്തായിന്ന് ലൈവ് അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കർത്താവ് തരുമ്പോൾ, സൗഖ്യവും വിടുതലും തരുമ്പോൾ മറക്കരുത്, ദൈവത്തിൻ്റെ കരുണയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അതായത് തമ്പുരാൻ്റെ കരുണ നമുക്ക് ശക്തമായി ദൈവം പ്രദാനം ചെയ്യുക. ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവിക ദിവ്യ ശക്തിയുടെ ഒരു ഉപകരണമാണ്. പ്രിയമുള്ളവരെ, ഒരു വാക്ക് മതി, തമ്പുരാൻ്റെ ഒരു സ്പർശനം മതി. നിനക്ക് വചനം നിന്നെ ശക്തമാകുമ്പോൾ വലിയ അത്ഭുത സൗഖ്യവും അത്ഭുത വിടുതലും കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം മറക്കരുത്. സങ്കീർത്തനം 107:20 സങ്കീർത്തനം 107:20 അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി അവരുടെ നാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ രോഗപീഠങ്ങളും നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ വ്യത്യസ്തമായ ശുശ്രൂഷയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്ക് വേണ്ടി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.